നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾ അറിയാത്ത കുറച്ച് ഹിഡൻ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ രണ്ട് മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് S23 Ultra, അതുപോലെ തന്നെ S23. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഫോണ് നമുക്ക് വയർലെസ് ചാർജറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഇവിടെ മുകളിലുള്ള പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ഈ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ തന്നെ നിങ്ങൾക്ക് വയർലെസ് പവർ ചാർജിങ്ങിൻ്റെ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ദാ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്യുക, അവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദാ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലിമിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മൊബൈലിൽ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബാറ്ററി ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഇപ്പോൾ 30% ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ പ്രീവ്യൂ കാണിക്കും, എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് മൊബൈൽ ഇതാ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഏത് മൊബൈലാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചാർജ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്കൊരു വയർലെസ് ചാർജറായിട്ട് മറ്റൊരു മൊബൈൽ ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഹിഡൻ ഫീച്ചർ സാംസങ് മൊബൈലിലുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് മൊബൈലിലും ഇങ്ങനെയുള്ളൊരു ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സാപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിന് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ അയക്കുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാറ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷനുകളും ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇത് കണ്ടോ, നമുക്ക് പലതും ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി ഫോട്ടോസ് വീഡിയോസ് ഇവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അതും നമുക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വാട്സാപ്പ് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഫീച്ചർ ഉപയോഗിക്കാം. ഇവിടെ ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഗാലറി അല്ലെങ്കിൽ ഫയൽ മാനേജർ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഏതെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇമേജാണ് എനിക്ക് അയക്കേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. ഇതാ കണ്ടോ, ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഹിഡൻ ഫീച്ചർ സാംസങ് മൊബൈലിലുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിലും ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കുക. വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാംസങ് മൊബൈലിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് വൺ ഹാൻഡ് മോഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ആ എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഫിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. താഴെ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ഗസ്റ്റർ എന്നും ബട്ടൺ എന്നും. ഗസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഹോം ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഹാൻഡ് മോഡിലേക്ക് മാറും. ബട്ടൺ ആണെങ്കിൽ ഡബിൾ ടാപ്പ് ഹോം ബട്ടണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഹാൻഡ് മോഡിലേക്ക് മാറും. ഞാനിപ്പോൾ ഗസ്റ്റർ ആണ് തിരഞ്ഞെടുത്തത്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ് വർക്കാണെന്ന് നോക്കാം. ഇനി ഞാനിപ്പോൾ ഈ ഒരു ഹോം ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ വൺ ഹാൻഡ് മോഡിലേക്ക് മാറി. ഇപ്പോൾ ഇടത് കൈ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചെറിയൊരു മൊബൈലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി വലത് കൈയാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ ഇവിടെ ആ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വലത് കൈ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ താഴെ അതുപോലെ തന്നെ ആ ഒരു ഹോം ബട്ടണിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിൽ തന്നെ ആവുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഹിഡൻ ഫീച്ചറുകൾ സാംസങ് മൊബൈലിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് ആണെങ്കിൽ അതിൽ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ.